ഒരാളോട് കുള്ളത്തി എന്ന് ഹഫ്സ ബീവിനെ പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകൻ അന്ന് വരെ ആയിഷ ബീവിനോട് ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കുള്ളത്തി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ആയിഷ, ഈ പറഞ്ഞ വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു പോവും മോളെ. ആ പറഞ്ഞേ ശരിയായില്ല കേട്ടോ. കടൽ കണ്ടിട്ടുണ്ടോ മനുഷ്യരെ? നമ്മൾ ഇപ്പോഴും 265 279 യാത്രക്കാരുമായിട്ട് പോയ ഒരു വിമാനം കടലിൻ്റെ ഏതോ ഭാഗത്ത് താങ്ങുപോയതാ. ലോകത്തെന്തൊക്കെ കണ്ടുപിടുത്തം റഡാറുകൾ നടത്തിയിട്ടും ആ വിമാനത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ലോകത്ത് മനുഷ്യന് പറ്റിയിട്ടില്ല. ആ കടലും കടലിലുള്ളതും നശിച്ചു പോവും. എന്താ ഇനി പറഞ്ഞ ആയിഷ? കുള്ളത്തി എന്നുള്ളൊരു വാക്ക്. പരദൂഷണം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട്. സ്വന്തമായിട്ടൊരു നല്ല സ്വഭാവവും നിലവാരമൊന്നും ഇല്ലെങ്കിലും ചിലർക്കൊക്കെ ഓല ഒരു ഇഷ്ടമായിരിക്കും, കുടുംബക്കാർക്കൊക്കെ. അതെന്താ? ഓളപ്പരം കുത്തിരുന്ന എന്തെങ്കിലുമൊക്കെ കുറേ നല്ല കഥ കിട്ടും, കുറേ പുതിയ കഥകൾ കിട്ടും. ഇതൊക്കെ പറയാനും ഒക്കെ ഒരു താല്പര്യം. അത് മാത്രമായിരിക്കും ഓല നിലവാരം. മറ്റുള്ളവൻ്റെ പച്ചർച്ച കൊണ്ട് മാത്രം ജീവിക്കുന്നവർ. മരക്കളെ കുറ്റം അയൽപ്പക്കത്തെ കദീഷുമ്മനോടല്ല പറയേണ്ടി, മരക്കളോട് പറയണം. പറയാൻ മടിയുണ്ടെങ്കിൽ മോൻ അടുത്ത് വിളിച്ചിട്ട് പറയണം. അത് പറയാൻ അർഹതയുള്ള അമ്മയാണോ എന്ന് ആദ്യം നോക്കണം. മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്കും വാപ്പാർക്കേ മക്കളിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടാനും അർഹതയുള്ളൂ. ഈഗോയും അഹങ്കാരവും പവറും നോക്കി മക്കളുടെ മനസ്സറിയാതെ വെറും വാശിയും വീറും ആരാൻ്റെ വർത്താനവും കേട്ട് മക്കളെ വെറുപ്പിക്കുന്ന അമ്മമാരും വാപ്പാരും ആണെങ്കിൽ പിന്നെ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ കണക്ക് പടച്ചവനോട് പറഞ്ഞിട്ട് കാര്യമല്ല. അത് കൊടുക്കുമ്പോഴേ തിരിച്ചു കിട്ടുമെന്ന് ചിന്തിക്കണം. അങ്ങനെ കണ്ണുനീരോടെ ഹൃദയം നൊന്ത് നമ്മളെ നോക്കി അമ്മാക്കും വാപ്പാക്കും ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ മര്യാദക്കും പറ്റണം. നിങ്ങൾക്കൊരു അഡ്രസ്സ് ഉണ്ടായത് നിങ്ങളെ പിയാപ്ല കൈപിടിച്ചപ്പോഴാ. ആ പിയാപ്ലാൻ 9 മാസം അമ്മ വയറ്റത്തും 2 മാസം ഒക്കത്തും പിന്നെ നിങ്ങൾക്ക് കൈ വരുന്നത് വരെ ആ ഉമ്മാൻ്റെ മോനായിട്ട് കൊണ്ടുവരുന്നതാ. ഇപ്പോഴും നിങ്ങളെ പിയാപ്പയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മാനെ വിലമതിക്കുന്ന പെൺകുട്ടികളാവണം. അതൊക്കെയാ വിദ്യാഭ്യാസം, അതൊക്കെയാ ദീന്. കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ അതാ. അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം കെട്ട വർത്താനം ഇന്ന് ആർക്കും ആരെ പച്ചർച്ചയും തിന്നാം എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ പറയുന്ന വർത്താനത്തിൻ്റെ പൊരുത്തം വാങ്ങലുണ്ടോ നമ്മൾ ആരെങ്കിലും? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കല്യാണ വീട്, ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞു എന്ന് കരുതുക. കല്യാണം കഴിഞ്ഞ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് ആ വീട്ടിൽ വന്ന പുതിയ പെണ്ണിനെ കാണാൻ കുറച്ച് അയൽപ്പക്കക്കാർ വരും. ആ അയൽപ്പക്കക്കാർ കയറി വന്ന ആ പുതിയ പെണ്ണിനോട് വർത്താനം പറയുമ്പോൾ ഒക്കെ പറയാനൊരു മടിയായിരിക്കും. അത് ഏത് മനുഷ്യനും ഉണ്ടാകുന്ന. ഒരു പുതിയ പുരയിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടി ആകെ ബേജാറിലായിരിക്കും. ഇതുവരെ ജീവിച്ച പുരയല്ല, പിയാപ്പിളൻ്റെ പുരയാ. അമിതമായി സംസാരിച്ച വലു കരുതും ഇതൊരു വായാടിയാണ്. ആ ബേജാറിലോളിങ്ങനെ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ചെറുങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളോട് ചിരിക്കാനൊക്കെ ആ പാവത്തിന് പറ്റിയിട്ടുമില്ല. പക്ഷെ ഇറങ്ങിപ്പോരുമ്പോൾ നമ്മൾ തമ്മിൽ എന്താ പറയാന്നറിയോ? ലേശം കിബറുണ്ടെന്ന് തോന്നുന്നു, മിണ്ടണമൊന്നുമില്ല. എവിടുന്നോ കൊമ്പത്തുനിന്ന് വന്നതായതുകൊണ്ടായിരിക്കും. അവസാനം ഒരു 4 മാസം കഴിഞ്ഞ് ഒക്കെ പരിചയമായി. ഇത് കദീഷത്താത്തയാണ്, മറ്റേ എന്നത്താത്തയാണ്. എല്ലാവരെയും ഒക്കെ പരിചയമായപ്പോൾ കല്യാണപ്പുര പിന്നെ ഒരു 4 മാസം കഴിഞ്ഞ് കണ്ട് രോഗിയായി കൈ പിടിച്ച് നമുക്ക് ഇരുത്താൻ സീറ്റ് തന്ന് ചോറ് നമുക്ക് നമ്മുടെ ഒപ്പര ഇരുന്ന് നല്ല വർത്താനവും നല്ല സ്നേഹവും. ആ 4ാമത്തെ മാസം കഴിഞ്ഞ് ഇറങ്ങിപ്പോരും നമ്മൾ പറയും വിചാരിച്ച മാതിരി അല്ല കേട്ടോ, പാവം പെണ്ണ. ഈ 4 മാസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞ അഹങ്കാരി എന്നുള്ള വാക്ക് അങ്ങ് എത്തിയിട്ടുണ്ടാവും എവിടെയെങ്കിലും. നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിനോടേക്കും പറഞ്ഞു, ഓളോളം മോളോട് അറിഞ്ഞിട്ടുണ്ടാവും. മോളെ കെട്ടി ഏകദേശം രാമനാട്ടരയ്ക്കും, രാമനാട്ടരെ വീട്ടിൽ കെട്ടിയ നാത്തൂനോട് പറഞ്ഞിട്ടുണ്ടാവും. ആ നാത്തൂൻ്റെ ഇളയമൻ്റെ മോളുണ്ടാവും കുടുംബക്കാരത്തിൻ്റെ പുരൻ്റെ അടുത്ത്, അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. ഏത് മനുഷ്യൻ്റെ കൈ പിടിച്ചിട്ടാ മനുഷ്യൻ നിങ്ങൾ പൊരുത്തം വാങ്ങുക? ആരോട് അങ്ങക്ക് അതൊന്ന് തിരുത്താൻ പറ്റുക? മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കബറിലേക്ക് കുറ്റാണ്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതിനെപ്പറ്റി? നിങ്ങളങ്ങ് മരിച്ചു എന്ന് കരുതുക. അപ്പം അറിഞ്ഞിടന്ന കദീഷത്ത അങ്ങോട്ട് മരിച്ചു, അല്ലെ അഹമ്മദ് ഖാൻ മരിച്ചു. അഹമ്മദ് ഖാനൊക്കെ അടക്കി പോന്നു. 1.5 കൊല്ലം കഴിഞ്ഞ് പിന്നെയും കുടുംബക്കാരിടയിൽ ഒരു വർത്താനം, ഇവള് പണ്ട് അഹങ്കാരിയാന്ന് നിന്നോൻ പറഞ്ഞിരുന്നു എന്ന്. നിങ്ങൾ മണ്ണിൻ്റെ അടിയിലാണ്, പക്ഷെ നിങ്ങളെ വർത്താനം ഇപ്പോഴും ഇതിൻ്റെ ഇങ്ങനെ ചുറ്റണുണ്ട്. അപ്പം നിങ്ങൾക്ക് കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. നന്മയല്ല, കുറ്റം. മരിച്ചാലും സമാധാനം കിട്ടൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹും പരലോകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നല്ലത് പറഞ്ഞോളി, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. മിണ്ടാതിരുന്ന മിണ്ടാതെന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞ ഒരു അക്ഷരത്തിൻ്റെ പേരിൽ പടച്ചോൻ പരലോകത്ത് വലിച്ചു കീറും. വഇദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. വേണ്ടാത്തത് ഊഹിക്കല്ലേ, ചിന്തിക്കല്ലേ. നമ്മളെ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ നേതാക്കന്മാരെ പോലും സോഷ്യൽ മീഡിയയിൽ യുദ്ധം നടത്തി വലിച്ചു കീറാനാ ചിലർക്ക് താല്പര്യം. ഈ ലോകത്തിന് വെളിച്ചം കൊടുത്തൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ ആളുകളെ ഇല്ലാത്തത് പറഞ്ഞു പരത്തിയും കോലം കെട്ടിച്ചും പല വൃത്തികേടുകളും. അതുകൊണ്ടാണല്ലോ സത്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ലോകത്തൊരു നാള് വരും, ചക്രവാളം പിളർത്തുന്ന വേഗതയിൽ, കണ്ണിമ വെട്ടുന്ന വേഗതയിൽ കളവ് പ്രചരിപ്പിക്കപ്പെടും. ആ കാലം ഇപ്പോഴാ.
അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഉണ്ടായ എന്തോ ഒരു കഥ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടു. കേരളത്തിലെ സിയാങ്കണ്ടത്തോൻ്റെ മൊബൈലും എത്തി. ഓനൊരു 150 ആക്കാൻ അങ്ങോട്ട് അയച്ചു. അവസാനം പിറ്റേന്ന് വന്നത് ഫേക്കായിരുന്നു എന്ന്. അത്രമാത്രം കള്ളത്തരങ്ങളുടെ ഒരു പറുദീസയായി മാറുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താ അറിയോ? കിട്ടുന്നത്, അത് ചിന്തിക്കുന്നത്, എഴുതി വിടുന്നത് ഞാൻ അതിൻ്റെ പ്രചാരണകലല്ല. നല്ലതാണോ ഞാൻ പറയും, ഹദീസ് സ്വഹീഹാണോ ഞാൻ പറയും, എന്നാൽ അതിൻ്റെ കൂലി എനിക്ക് കിട്ടും. എന്നാൽ ആരാൻ്റെ കഥയാണോ എനിക്ക് കേൾക്കണ്ട. ഞാൻ എന്തെങ്കിലും പറയാൻ ആരെങ്കിലും തുടങ്ങുമ്പോൾ, എൻ്റെ സ്കൂളിൽ ഞാനൊരു അധ്യാപകനാണ്, അവർക്ക് ചിലപ്പോൾ എന്നോട് വെറുപ്പ് അപ്പം തോന്നും. അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും അങ്ങനെ ഒരു കഥയാണ്, അസ്സലാമു അലൈക്കും, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞാൽ ഓൾക്ക് 2-3 ദിവസം ഒരു ബേജാറുണ്ടാവും. ഇപ്പം എന്നെ കാണുമ്പോൾ അത് പറയാൻ നിൽക്കലില്ല. അങ്ങനെ ഒരു നിലപാട് നമുക്ക് ഉണ്ടാക്കേണ്ടി. അല്ലാണ്ട് ഈ വളഞ്ഞിമൽ ഈച്ച പറ്റിയ മാതിരി അവിടെ നിന്ന് എന്തോ ഇങ്ങനെ കൂട്ടം കൂടി കുശുക്കുന്നുണ്ടെന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ പതുക്കെ അങ്ങോട്ടാണ് നടക്കുക. നിങ്ങൾ പാരെ പറ്റിയും പറഞ്ഞ് ഓളെപ്പറ്റി ഞാനതൊന്ന് അറിയണമെന്ന് വിചാരിച്ചായിരുന്നു. അറിയേണ്ട മനുഷ്യരെ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതിൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മധ്യസ്ഥത്തിന് ഇടപെടട്ടെ. അല്ലാണ്ട് നാണവും മാനവും കെട്ട ചില കഥകൾ ഏറ്റുപാടിയതും ആരോ എവിടെയോ പറഞ്ഞ കഥ, ഒരടിസ്ഥാനവും ഇല്ലാത്ത സത്യമില്ലാത്ത കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു പ്രചാരകന്മാരുടെ കണ്ണികളാണ് നമ്മളെങ്കിൽ പിന്നെ കുറേ നിസ്കാരവും നോമ്പും പിന്നെ കുറേ നെറ്റിത്തടത്തിലെ നിസ്കാരത്തേമ്പും അജ്ജും ഉംറയൊന്നും പടച്ചോന് വേണ്ടട്ടോ. അത് പൈസ പോയാലും കൂട്ടിയാൽ മതി. അതിന് അള്ളാഹ് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അള്ളാഹിൻ്റെ ഇഷ്ടദാസന്മാരെ പറ്റി പറഞ്ഞാൽ തീരൂല. ഓരോരുത്തരും അതിലേറ്റവും ആത്യന്തികമായി നമുക്ക് വേണ്ടത് നമ്മളെ സ്വഭാവം നന്നാവുക എന്നുള്ളത് തന്നെയാണ്. ആ സ്വഭാവവും ഇബാദത്തും ഒരേ അർത്ഥത്തിൽ വരണം. നമ്മളെ നമസ്കാരത്തിൻ്റെ അതേ മര്യാദയും ഭംഗിയും നമ്മളെ സ്വഭാവത്തിനും ഉണ്ടാവണം. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവണം. ജനങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? അള്ളാഹിൻ്റെ തിരുദൂതൻ പറഞ്ഞു, മറ്റൊരുത്തൻ്റെ ആവശ്യത്തിന് വേണ്ടി നടക്കുന്നവൻ, മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി നടക്കുന്നവൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ദീന് നമുക്ക് കിട്ടാൻ ഒരു കാരണമുണ്ട്. ഒരു കാലത്ത് ഇതുമായിട്ട് നടന്ന പാവപ്പെട്ട നമ്മുടെ നേതാക്കളാണ്. 1920കളിലും 40കളിലും കേരളത്തിൽ ഒരു കാലുണ്ടായിരുന്നു. 9 മാസം ഗർഭിണികളായ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിഞ്ഞാണത്തിൽ നഫീസത്ത് മാല എഴുതി കുടിപ്പിച്ച് ഉമ്മയും മക്കളും മരിച്ചൊരു കേരളത്തിൻ്റെ മണ്ണിലാണ് ഞാനുങ്ങളും. അപസ്മാരം ബാധിച്ച മക്കളെ മദ്രസയിലെ ഉസ്താദുമാർ മന്ത്രിച്ചൂതി കൊടുത്ത ഏലസും കെട്ടി പള്ളി വരാന്തയിൽ മക്കൾ വായിൽ നിന്ന് നൊരയും പതയും വന്ന് മരിച്ചത് കണ്ട കേരളത്തിലെ ഞാനുങ്ങളും. കിടന്ന കിടക്കപ്പായിൽ നിന്ന് ഒരു പെണ്ണ് നേരം വെളുത്തപ്പോൾ പായ തെറ്റിക്കടന്നപ്പോൾ ഓളെ ജിന്നു കൊണ്ടുപോയതാന്നും പറഞ്ഞിട്ട് മറക്കുള്ളിൽ കൊണ്ടുപോയി ഉസ്താദുമാരെ കൊണ്ട് അടിച്ചറക്കൽ ചികിത്സ നടത്തി ചൂഷണം ചെയ്തൊരു കാലഘട്ടത്തിൽ ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല, പഠിച്ചാൽ അവർ മറ്റുള്ളവർക്ക് കത്തെഴുതും, അല്ലെങ്കിൽ അവൾക്ക് അടുക്കളയുടെ 4 ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പഠിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഴമക്കാർ പറഞ്ഞതുപോലെ പിതാ രക്ഷിതി കൗമാരേ ഭർത്താ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. കൊടുക്കരുത് പെണ്ണിന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇക്കണ്ട സ്വാതന്ത്ര്യവും സന്തോഷവും പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മക്കളെ പഠിപ്പിക്കാനും ഇന്ന് കേരളക്കരയിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പരമോന്നതനായ മനുഷ്യൻ വന്നപ്പോൾ അത് വിശദീകരിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും കേരളത്തിലെ മഫ്തടിച്ചൊരു പെൺകുട്ടിക്ക് അവകാശം കിട്ടിയതേ ഒരു മാനത്ത് നിന്നൊരു പ്രവാചകൻ വന്നതുകൊണ്ടല്ല. മുൻഗാമികളായ നമ്മളെ പ്രവാചകന്മാരുടെ പാത ഏറ്റെടുത്ത പണ്ഡിതന്മാർ, വക്കം മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, സെയ്ദ് മൗലവി, അലവി മൗലവി, അമാനി മൗലവി, എ പി അബ്ദുൽ ഖാദർ മൗലവി, പാരമ്പര്യം പറഞ്ഞ പുളിക്കലിന്റെ മണ്ണിലും എടത്തനാട്ടുകാരുടെ മണ്ണിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്നും ക്ഷീണിച്ചും ത്യാഗം ചെയ്തും അവർ കെട്ടിപ്പടുത്തതാ ഈ സന്ദേശം. ആ സന്ദേശം എനിക്കും ഇങ്ങൾക്കും കിട്ടി. നമ്മളിൽ കൂടെ ഒരാൾക്ക് ആർക്കാ കിട്ടിയത്? നമ്മളിലൂടെ ഒരാൾക്ക് കിട്ടാൻ നമ്മൾ ആരെ ഒരുക്കിയത്? മക്കളെ ഒരുക്കിയോ? മക്കളെ വാപ്പാക്ക് ഏതായാലും ഇനി അതിന് കഴിവില്ല, എൻ്റെ മക്കളൊക്കെ ഒന്ന് MSMന്റെ പ്രവർത്തകന്മാരാവണം, ISMന്റെ കമ്മിറ്റിയിലൊക്കെ ഒന്ന് ഉണ്ടാവണം. കാരണം നിങ്ങൾ ഈ സമൂഹത്തിനെ ഇനി നന്മയിലേക്ക് നയിക്കേണ്ട പ്രവാചകന്റെ അനുയായികളാണ്. പക്ഷേ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ലബീബ് പറഞ്ഞ മാതിരി ഒരു ഉമ്മാനോട് നമ്മൾ തന്നെ പോയി ചോദിച്ചു, ഉമ്മ ഞായറാഴ്ചയാണ് കുട്ടീനെ വിടുവോ? ഏയ് ഒക്കെ ട്യൂഷനുള്ള ദിവസ ആയിക്കോട്ടെ, ഭൗതിക വിദ്യാഭ്യാസം വേണം, പഠിക്കണം. അതോടൊപ്പം തന്നെ ഉമ്മാരെ നിങ്ങൾ ഉമ്മയാ വാപ്പയാന്ന് തിരിച്ചറിയാനുള്ളൊരു വിവരം മക്കൾക്ക് വേണ്ടേ? MBBS ഇംഗ്ലണ്ടുണ്ട് MD എടുത്ത് വന്ന ഒരു മകൻ ആദ്യം ചെയ്തത് ലോകമമ്പരക്കുന്ന ഒരു വിഷം ഉമ്മാനെയും വാപ്പാനെയും കുത്തിവെച്ച് കൊന്ന് അവരെ സ്വത്തെടുത്ത് ആടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ഓൻ ആശുപത്രി തുടങ്ങി. ഇപ്പം കോടികൾ സമ്പാദിക്കാൻ തുടങ്ങി. ഇപ്പം പിടിക്കപ്പെട്ടു. വിദ്യാഭ്യാസത്തിൻ്റെ അപ്പുറണ്ട് ഒരു തിരിച്ചറിവ്. ഇതിൻ്റെ അമ്മയും വാപ്പയ്യ. ഈ മുസ്ലിം സമൂഹത്തോട് എനിക്കൊരു കടമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയാണ് ഇസ്ലാമിനെ ജനങ്ങളെ സ്നേഹിക്കുന്നത്. കുത്തിച്ചൊരിഞ്ഞ മഴയത്ത് ഒരു മഹാപ്രളയം കേരളത്തിനെ കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ തെക്കൻ കേരളത്തിൽ തൊടുപുഴ ഭാഗത്ത് വെള്ളം കയറിയ സമയത്ത്
ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശത്ത് 95 പൊതിച്ചോറ് കൊണ്ടുവച്ചു, ബിരിയാണി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ. അത് കൊടുക്കാൻ വേണ്ടി തഹസിൽദാരായ മുഹമ്മദ് റഹീം എന്ന മനുഷ്യൻ വന്ന് വിതരണം ചെയ്തു. അവസാനം 10-15 എണ്ണം ബാക്കി വന്നപ്പം അവിടെ താമസിക്കുന്ന കൃഷ്ണൻകുട്ടിയും അല്ലാത്ത രണ്ടിലും പറഞ്ഞു, നിങ്ങളൊന്ന് കഴിച്ചോളി റഹീം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് തിന്നോളി സാറേ എന്ന് പറഞ്ഞപ്പോൾ ആ പൊതിച്ചോറിലേക്ക് നോക്കിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി വൈറലായിരുന്നു: അതെനിക്ക് അർഹതപ്പെട്ടതല്ലാന്ന്. കൃഷ്ണൻകുട്ടിയും ബാലനും ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറായി. അവർ ഇസ്ലാമിനെ പറ്റി ചോദിച്ചു തുടങ്ങി. അതാ മനുഷ്യരെ, അതാ ഇസ്ലാം, അതാ അള്ളാഹ് പഠിപ്പിച്ച ഇസ്ലാം. അല്ലാണ്ട് വെറുതെ ഈ കാണിക്കുന്ന ഒരു പ്രകടനപരത ഉണ്ടല്ലോ. നിസ്കാരം ക്ലിയർ, നോമ്പ് ക്ലിയർ, ആരും ചോദിച്ചാൽ ഖുർആൻ ക്ലിയർ, ഖുർആൻ ക്ലാസ് ജോറ്, അവിടെ തിങ്കൾ, ഇവിടെ ചൊവ്വ, മറ്റേടത്തിൽ ബുധനാഴ്ച, എല്ലാം ക്ലിയർ. പക്ഷെ മനസ്സിപ്പോഴും മലിന. പക, വെറുപ്പ്, വിദ്വേഷം, അഹന്ത, അഹങ്കാരം, പൊങ്ങച്ചം, പുച്ഛം, ഏഷണി, പരദൂഷണം, കുതന്ത്രം, കുത്തുവാക്ക്, തെമ്മാടിത്തരം. ഈ ഉള്ളം ആരും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ മാമൂലുണ്ട്, ആചാരമുണ്ട്, TV കാണലുണ്ട്, സിനിമ ഉണ്ട്, പാട്ടുണ്ട്, സകല തോന്നിയാസവും ഉണ്ട്. എന്നാൽ പുറത്ത് നമ്മൾ നല്ലൊരു മുജാഹിദ് മുസ്ലിം വിഭാഗുക. അള്ളാൻ്റെ ഇഷ്ടദാസന്മാരാകണമെങ്കിലേ നോമ്പും നിസ്കാരവും പോരാ, നെറ്റിമ്മല കറുത്ത തയമ്പും പോരാ, ഈ നീണ്ടു വളർന്ന താടിയും പോരാ. നാളെ മറ്റന്നാൾ ഞാൻ വിമർശിച്ചു എന്ന് പറയണ്ട. അള്ളാഹ്ക്ക് വേണ്ടത് തെളിഞ്ഞ മനസ്സാ. അതാളെ കാണിക്കാനൊന്നല്ല, നമുക്ക് സ്വയം തോന്നണം, എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു ചെറ്റയല്ല എന്ന് തോന്നുന്ന പച്ച മലയാളത്തിൻ്റെ വർത്താനല്ലേ, ഞാൻ അത്ര മോശമല്ല, എൻ്റെ സ്വഭാവത്തിന് എൻ്റെ നിസ്കാരവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു തോന്നൽ. അതാണ് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു ബോധം. എങ്കിൽ അള്ളാൻ്റെ ഇഷ്ടദാസന്മാരാവും. അല്ലെങ്കിൽ അള്ളാഹ് പറയും, നബിയെ വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അള്ളാലും പരലോകത്തൊക്കെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ജീവിതം നയിക്കുന്ന ചിലരെ നിനക്ക് കാണാം റസൂലേ. അവർ ദീനിൻ്റെ നടുക്കണ്ടാന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നബിയെ വമാഹും ബിമുഅ്മിനീൻ, ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാൻ എത്തിയിട്ടില്ല നബിയെ, അവർക്ക് ഈമാൻ ഉറച്ചിട്ടില്ല നബിയെ. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും നമ്മൾ പറഞ്ഞ മാതിരി മക്കളെ MSMൻ്റെ പരിപാടിക്കൊക്കെ പറഞ്ഞേക്കുമ്പോൾ രാത്രി ചിലപ്പോൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കുമ്പോൾ നേരം വൈകിപ്പോവും. അങ്ങനെയാണ് ഈ പ്രസ്ഥാനവും ആദർശവും ഉണ്ടായത്. നബിമാർ വന്നിട്ട് പ്രബോധനം നടത്തിയിട്ടല്ല ആദർശം കേരളത്തിൽ ഇത്ര വ്യാപിച്ച്. ഇങ്ങനെയുള്ള പല ചെറുപ്പം ആ MGMൻ്റെ വിഷയത്തിൽ പങ്കെടുപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കണം. അങ്ങനെ ഒരു നല്ല കുടുംബമായി മാറുമ്പോൾ അള്ളാഹ് ഉണ്ടാവും കൂടെ. അള്ളാഹ് നമ്മളെ കൂടെ അല്ലെങ്കിൽ പിന്നെ ആരുണ്ടായിട്ടെന്താ? ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല പടച്ചോൻ നമ്മളെപ്പരം ഉണ്ടാവും. കാരണം നമുക്ക് നമ്മളെ പറ്റിയിട്ടൊരു ആത്മവിശ്വാസമല്ല. മരിച്ചാൽ പോലും ഒരു മലക്ക് കൊണ്ടുപോകാൻ വരും എന്നുള്ളൊരു ഉറപ്പ് പോലും എനിക്കിങ്ങൾക്കും ഇല്ലെങ്കിൽ പിന്നെ കണ്ട കാലത്തിൻ്റെ ഇടയ്ക്ക് എന്ത് പ്രകടന പരതയാണ് നമുക്ക് അള്ളാഹിനെ ബോധ്യപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്, മാറ്റങ്ങൾക്ക് വേണ്ടി ആവട്ടെ കേൾവികൾ, ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല. പ്രസംഗം ആസ്വദിക്കാം, അതിൻ്റെ ശൈലിയും വാക്കുകളും ഒക്കെ. അതിനേക്കാൾ ഉപരി അത് ഉപകാരപ്പെടുന്നത് നെഞ്ചിൻ്റെ കൂടെ ഉള്ളിൽ കയറുമ്പോഴാണ്. അത് കയറാൻ കാരണമാകുന്നില്ലെങ്കിൽ പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ അള്ളാഹിൻ്റെ അടുത്തൊരു കൂലിയും കിട്ടാൻ പോണില്ല. അള്ളാഹുവിൻ്റെ അരികിൽ മാറ്റങ്ങൾക്ക് മനസ്സ് പാകപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഇതേ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ എന്തു മാറ്റമാണോ നാഥാ ഞങ്ങൾക്കുണ്ടാവേണ്ടത്, ആ മാറ്റം നൽകുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം. അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണം. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. മാത്രമല്ല 1-2 തവണ ഞാൻ ഏറ്റിട്ട് സിയാങ്കണ്ടത്ത് എനിക്ക് വരാനും പറ്റിയിട്ടില്ല. മനസ്സിലതൊരു അലോഗ്യമായിട്ടോ വെറുപ്പായിട്ടോ വെക്കരുത്. ദിവസവും യാത്രയാകുമ്പോൾ ചില ദിവസം കുടുംബത്തിലുള്ള ചില പ്രയാസങ്ങളെ കൊണ്ടാണ് ചില ദിവസം മാറിപ്പോകുന്നത്. അത് പൊരുത്തപ്പെട്ട് തരണം, മനസ്സിൽ വെക്കരുത്. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.